ONV എന്ന ദാർശനിക കവി. ഒരു കവി ഉണർന്നിരിക്കേണ്ട എല്ലാ കാലസന്ധികളിലും ചലനാത്മകമായി നിലകൊണ്ട വാക്കിന്റെ ഹൃദയമാണ് ONV. വാക്കിൽ വിരിഞ്ഞ വസന്തത്തിന്റെ ഓർമ്മയാണ് മലയാളിക്ക് ONV. ജീവിതവൃക്ഷത്തിന്റെ കിളികളായി തീർന്ന് പാടിക്കൊണ്ടിരിക്കുമ്പോൾ സ്വയം ഉണരുകയും കാലത്തെ പാടി ഉണർത്തുകയുമാണ് കവികൾ എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. പാടുന്നു കാലമാം പൊന്നരയാലിന്റെ നീളുന്ന ചില്ലയിൽ പക്ഷികൾ എന്ന നിരീക്ഷണമാണത്. ജീവിതത്തിൽ പ്രയാസപ്പെടുന്നവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും വ്യഥകളും ഉത്കണ്ഠകളുമാണ് അദ്ദേഹം ഏറെയും എഴുതിയത് എന്ന് കാണാം. ഒരു കാലഘട്ടത്തെ പാടി ഉണർത്തിയ അനശ്വരങ്ങളായ ഗാനങ്ങളും കവിതകളും കൊണ്ട് കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിന്റെ ഭാഗമായി തീരുകയായിരുന്നു അദ്ദേഹം. മലയാളത്തിന്റെ ആധുനിക കവിതയ്ക്ക് ഭാവുകത്വപരമായ പൂർണ്ണത നൽകുന്നതിലും കവിതയെ സാധാരണ ജനങ്ങളിൽ എത്തിക്കുന്നതിലും മുന്നിൽ നിൽക്കുന്നത് ONV കവിതകളാണ് എന്ന് പറയാമെന്ന് തോന്നുന്നു. മനുഷ്യവർഗത്തിന്റെ ഒരു ആധുനികതയിലൂടെയാണ് അദ്ദേഹം സഞ്ചരിച്ചത്. മനുഷ്യനന്മയിൽ വിശ്വസിച്ച കവി മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധം കവിതകളിൽ ആവാഹിച്ചു. പുരോഗമനപരമായ നിലപാടുകൾ കവിതയിൽ ശക്തമായി പ്രകടിപ്പിച്ചു. തൊഴിലാളി വർഗത്തോടുള്ള ഐക്യദാർഢ്യവും അനീതിക്കെതിരായ ശബ്ദവും അദ്ദേഹത്തിന്റെ രചനകളിൽ കാണാം. മലയാളത്തിന്റെ ഉപ്പും മധുരവും ചാരുതയും ചേർന്ന വിശ്വമാനവികത ആ കവിതകളിൽ നിറഞ്ഞു നിന്നു. ഒരു തത്വശാസ്ത്രത്തെ പ്രവാചക സ്ഥാനത്ത് നിർത്തി ആരംഭിച്ച കാവ്യയാത്രയിൽ എക്കാലത്തും സ്വന്തം കവിതയിലൂടെ തനതായ ഒരു സംസ്കൃതിക്ക് ONV രൂപം നൽകുകയായിരുന്നു എന്ന് പറയാം. താനൊരൊറ്റ മരം മാത്രമല്ലെന്നും മാനവികവും ജൈവികവുമായ ചരിത്രത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം സ്വയം വിലയിരുത്തിയിട്ടുണ്ട്. പൊന്നരിവാൾ അമ്പിളിയിൽ കണ്ണെറിയാവുന്ന രാഷ്ട്രീയ ജാഗ്രതയിലേക്ക് പണിയാള വർഗത്തെ ഉണർത്തിയത് അതുകൊണ്ടാണ്. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകുമെന്ന് പാടാൻ അവരെ സജ്ജരാക്കിയത് അതുകൊണ്ടാണ്. അതുവഴി കേരളത്തിൽ പണിയെടുക്കുന്ന വർഗത്തിന്റെ പടപ്പാട്ടുകാരനായി മുന്നിൽ നിന്നത് അതുകൊണ്ടാണ്. ഭൂതകാലത്തിന്റെ അനുഭവങ്ങളെ ഹിംസകൾക്കുള്ള മറുപടിയായി രചനകൾ ചേർത്ത് വെച്ചിട്ടുള്ള എഴുത്തുകാരിൽ സാംസ്കാരിക ജനാധിപത്യത്തെക്കുറിച്ച് ONVയുടെ സമഗ്ര ദർശനം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആരുടെ കവിയാണ് ONV എന്ന ചോദ്യത്തിനുള്ള മറുപടി കൂടിയാണ് അത്. ഉപ്പ് എന്ന രുചിയെ അധ്വാനത്തിന്റെ ഭാഷയായും സ്വാതന്ത്ര്യത്തിന്റെ വീണ്ടെടുക്കലായും അദ്ദേഹം കണ്ടു. ജ്ഞാനപീഠ ലബ്ധിയോടെ ONVയുടെ കാവ്യജീവിതം ദേശീയവും അന്തർദേശീയവുമായ കൂടുതൽ വൈപുല്യമാർന്ന ശ്രദ്ധയിലേക്ക് ഉണർന്നു. എഴുത്തുടങ്ങിയത് മുതൽ അടിസ്ഥാന മനുഷ്യവർഗത്തിന്റെ സ്വപ്നത്തിലും ഹർഷത്തിലും സമരത്തിലും സഹനത്തിലും അതിജീവനത്തിലും ഹൃദയശ്രുതിയേർത്ത് പുലർത്തുന്ന കാവ്യലോകമായിരുന്നു ONVയുടേത്. നിസ്സവർഗത്തിന്റെ വേനലുകളിലെല്ലാം ഈ കവി വിയർത്തു പൊരിഞ്ഞു. വസന്തകളിൽ പൂത്തു നിറഞ്ഞു. ഒരു ജനതയുടെ എല്ലാ ഋതുപരിവർത്തനങ്ങളിലും ഉണർന്നിരുന്നു. മാറ്റത്തിന്റെ കാലപ്പകർച്ചയിലേക്ക് നഷ്ടപ്പെടുവാനൊന്നുമില്ലാത്തൊരു ജനവർഗത്തെ പാടിയുണർത്തി. അങ്ങനെ വരുംകാലത്തിന്റെ കാവൽക്കാരനായി അദ്ദേഹം മാറി. എല്ലാം ഉറങ്ങാൻ തൻ്റെ സഹജാതർക്ക് ആത്മവിശ്വാസം പകർന്ന് നിങ്ങൾ ഉറങ്ങിക്കൊള്ളുക, ഞാൻ ഉണർന്നിരിക്കാം, നിങ്ങളുടെ കാവൽക്കാരനായി ഞാനുണ്ടാവും എന്ന് പ്രഖ്യാപിക്കുന്ന ശാർങ്ങക പക്ഷികൾ മലയാളത്തിൽ എഴുതിയ ലോക കവിത തന്നെയാണ്. ഒരു സാമൂഹിക രാഷ്ട്രീയ വിപ്ലവത്തിനും സമസ്ത സുന്ദര ലോകത്തിനും വേണ്ടി പോരാടിയിരുന്ന ഒരു വിപ്ലവകാരിയുടെ സന്ദേഹങ്ങളാണ് വളപ്പൊട്ടുകൾ എന്ന കവിത. വിശ്വകാവ്യ ഹൃദയത്തിന്റെ വിഹലതകളിൽ പെയ്തിറങ്ങിയ തോരാമഴയായിരുന്നു ഓരോ കവിതയും. മനുഷ്യരിൽ നിന്ന് മാറി നിന്ന ഒരു കവിത കവിക്ക് ഉണ്ടായിരുന്നില്ല. ONV ഒരു തുള്ളിയല്ല, പല തുള്ളി വെളിച്ചം കാവ്യലോകത്തിന് സമ്മാനിച്ച സ്നേഹസൂര്യനാണ്. വിപ്ലവം ചൊല്ലി വേദന പാടി ജീവിതം എഴുതി ഭൂമിയുടെ തീരാനോവുകളെ തൻ്റെതായി അനുഭവിച്ചറിഞ്ഞു. പ്രപഞ്ചത്തിന്റെ ഓരോ കണികയിലും പൊടിയുന്ന കണ്ണുനീരിന്റെ ചൂടും നനവും പേനത്തുമ്പിലേക്ക് പകർത്തുകയായിരുന്നു അദ്ദേഹം. മനുഷ്യരാശിയുടെ മുഴുവൻ വ്യഥകളും തോളിലേറ്റി നടന്ന ചുമട്ടുകാരനെ ആ വരികളിൽ കണ്ടെത്താനാവും. നിരന്തരം കവിതകൾ എഴുതിക്കൊണ്ടിരുന്ന ONV സ്വയം ഒരു കവിതയായി മാറുകയായിരുന്നു എന്ന് പറയുന്നതാവും ശരി. ONV എന്ന ത്രിയാക്ഷരത്തിന്റെ കാതൽ മനുഷ്യൻ എന്നതായിരുന്നു. ഒരു ജനതയ്ക്ക് ജീവിതം നേടിക്കൊടുക്കാനുള്ള സാംസ്കാരിക സമരത്തിൽ ജ്വലിച്ചുയർന്ന വാക്കായി തീരുകയും വാക്കിന്റെ സർഗശക്തിയാൽ വർഗസമചരിത്രത്തെ ജ്വലിപ്പിച്ചുണർത്തുകയും ചെയ്ത കവിയാണ് ONV കുറുപ്പ് എന്നും മലയാള കവിതയുടെ ഹൃദയപക്ഷമാണ് അതെന്നും ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ നിരീക്ഷിക്കുന്നുണ്ട്. ONV ജീവിതത്തിലേക്ക് കടന്നതേയുള്ളൂ, പക്ഷേ ഏതാണ്ടൊരായുസിന്റെ ജോലി തീർത്തിരിപ്പാണ് അദ്ദേഹം എന്ന് പാനപാത്രം എന്ന സമാഹാരത്തിൽ ജോസഫ് മുണ്ടശ്ശേരിയും എഴുതിയിട്ടുണ്ട്. പ്രശ്നഭരിതവും ശബ്ദാനമായവുമായ ബഹിർ ലോകത്തോടും ഏകാന്തവും നിശബ്ദവുമായ ആന്തർലോകത്തോടും സംവേദിക്കുന്ന കാവ്യശേഷിയാണ് ONV. മലയാള കവിതയുടെ ചരിത്രത്തിൽ ONV ഏകാന്തമായ ഒരു വിളക്കുമരം പോലെ നിൽക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബാലു പൂക്കാട്.